എസെക്കിയേൽ പ്രവചനം 11-ാം അധ്യായം എടുത്ത് 19-ാമത്തെ വാക്യം. പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ഞാനാക്കും. പുതിയൊരാത്മാവിനെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിൽ ഞാൻ ആക്കും. ദൈവത്തിന് സ്തോത്രം. 11:19 വായിച്ചു. അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. പുതിയൊരാത്മാവിനെ ഉള്ളിലാക്കുക. എന്തിനാ? ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടന്ന് അവന്റെ വിധികളെ പ്രമാണിച്ചാചരിക്കേണ്ടതിന് നിനക്ക് പുതിയൊരാത്മാവിനെ ഞാൻ തരും. എന്തോ തരാൻ പോവാ? അവരോട് പറയാം, നിങ്ങൾക്ക് പുതിയൊരാത്മാവിനെ. ഇനി രണ്ടാമത്തെ ദൂതിലോട്ട് വരുമ്പോൾ എസെക്കിയേൽ പ്രവചനം, ഹല്ലേലൂയ, 37:14, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. എന്തിനാ? നിങ്ങൾ ജീവിക്കേണ്ടതിന്. അപ്പോൾ ഒന്ന്, നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിനെ ആക്കുന്നത് അവൻ്റെ ചട്ടങ്ങളിൽ നടന്ന് അവൻ്റെ വിധികളെ പ്രമാണിച്ച് ദൈവത്തിന് സ്തോത്രം ആചരിക്കേണ്ടതിനാണ് പുതിയ ആത്മാവിനെ എന്ന് പറഞ്ഞാൽ ഒത്ത പോലെ നടക്കുന്ന നിന്നെ കൃത്യതയോടെ നടത്താൻ നിൻ്റെ അകത്തൊരാത്മാവിനെ തരും. ഇനി നിങ്ങൾ ഇച്ചിരൂടെ മുമ്പിലോട്ട് നമുക്ക് വരുമ്പം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 15-ാം വാക്യം ശ്രദ്ധിച്ചോ. ഉയരത്തിൽ നിന്നുള്ള ആത്മാവിനെ നമ്മുടെ മേൽ പകരും. ഉയരത്തിൽ നിന്നുള്ള ആത്മാവിനെ ആദ്യം പറഞ്ഞു, ആത്മാവിനെ നിന്റെ മേൽ തരും. പിന്നെ പറഞ്ഞു നിന്റെ ഹൃദയത്തിൽ തരും. ഇപ്പൊ പറയുന്നു ആത്മാവിനെ നിന്റെ മേൽ പകരും. അപ്പോൾ എന്തോ സംഭവിക്കും? നിന്റെ മരുഭൂമി ഉദ്യാനമാകും. നിന്റെ മരുഭൂമി പൂന്തോട്ടമാകും. ഒരാമയും പറയണം. എന്ന് പറഞ്ഞാൽ മരുഭൂമിയോടാ പ്രാർത്ഥിക്കാൻ വന്ന് ഇപ്പോൾ ഒരു ഗാർഡൻ പോലെ നിന്റെ മരുഭൂമി ഉദ്യാനമായിരിക്കുന്നു. നെഹമ്യാവിന്റെ പ്രവചനം പഠിക്കുമ്പോൾ വായിക്കണമെന്നില്ല. 9:20, നീ നിന്റെ നല്ല ആത്മാവിനെ അവർക്ക് കൊടുത്തു. എന്താ ആത്മാവാ? നല്ല ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. എന്തിനാണെന്നറിയാമോ? അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ കൊടുത്തു. കേട്ടോ, നല്ല ആത്മാവ്. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തുകൂടെ എന്നെ നടത്തുമാറാകട്ടെ. ഈ ചിലർക്കൊക്കെ ഒരു മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നാട്ടുകാർക്കൊക്കെ നിന്റെ ലൈഫ് കാണുമ്പോൾ ഒരു അത്ഭുതം. എന്നാണെന്നറിയാമോ? അവർ ചിന്തിക്കുന്ന റൂട്ട് മാപ്പിൽ കൂടെ അല്ല നീ പോകുന്നേ. നീ വ്യത്യസ്തമായൊരു റൂട്ടിൽ കൂടാ പോകുന്നേ. കാരണം നിന്റെ കുടുംബത്തിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ചില വഴികൾ നിനക്ക് ദൈവം ഒരുക്കി തരാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുമോ? നിന്നെ ആത്മാവ് നടത്താൻ പോവാ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരിക്കൽ ഫിലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞു, ഗസ വരെ ഒന്ന് പോകണം. അതെന്തോനാ? ഒരു ധനകാര്യമന്ത്രിയുമായിട്ട് ഒരു കണക്ഷൻ തരാൻ. എന്തിനാ? ഒരു ധനകാര്യമന്ത്രിയുമായിട്ട് ഒരു കണക്ഷൻ തരാനാ. എത്യോപ്യ രാജ്യ ധനകാര്യമന്ത്രിക്ക് ഒരു സ്നാനം കൊടുത്തേച്ച്, സ്തോത്രം, ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം അങ്ങോട്ടൊന്ന് ചെന്നാൽ മതി, ഒരു ബന്ധം തരാനാ. അമ്മാച്ചൻ എടുത്തയച്ചതല്ല, ആത്മാവ് പറഞ്ഞതാ. ഒരാമയും വരുന്നില്ല. ബന്ധങ്ങളില്ലാത്ത തലങ്ങളിലേക്ക് ചലിക്കാൻ കൊതിയുണ്ടെങ്കിൽ ബന്ധങ്ങളെ ബന്ധങ്ങളുമായി ഉറപ്പിക്കുന്ന ഒരു ബന്ധം തരാം. അത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമാണ്. ഒരാമയും പറഞ്ഞണം. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പം, സ്തോത്രം, എൻ്റെ സ്വന്തം ചേട്ടനോ സ്വന്തം പെങ്ങന്മാരോ ഒക്കെ, എൻ്റെ ചേട്ടൻ ഗൾഫുകാരനല്ലായിരുന്നു, എൻ്റെ 2 പെങ്ങന്മാരുടെ ഭർത്താക്കന്മാർ ഗൾഫുകാരായിരുന്നു. പക്ഷെ അവർക്കൊന്നും എന്നെ ഒരു രാജ്യത്തെ എത്തിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ളവരല്ല. അവരെല്ലാം ഓരോ കമ്പനികളിൽ ജോലി നടത്തുന്നവരാ, കമ്പനി നടത്തുന്നവരല്ല. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, ഞാനൊരു സെൻറ്ററിൽ 15 വർഷം ശുശ്രൂഷകനായിരുന്നു. അപ്പോൾ എനിക്കവിടെ 10-75 പാസ്റ്റർമാർ സ്നേഹിതരായിട്ട് കൂടെ ഉണ്ട്. അവരെല്ലാം പറഞ്ഞു, അനിപ്പാഷേ, നമുക്കൊക്കെ ഒരു 100 പേര് കുറഞ്ഞ ഒരു ചർച്ച് പ്രതീക്ഷിച്ചാൽ മതി, അതിനപ്പുറത്തോട്ടൊന്നും നമ്മൾ പോവുകയല്ല. സ്തോത്രം. എന്നിട്ട് അന്നൊക്കെ ചിലർ പറയും, ആരുടെയൊക്കെ കയ്യിലും കാലിലും ഒക്കെ പിടിച്ചു വേണം ഗൾഫിൽ പോകാനെന്ന്. ഞാൻ അത് കേട്ടാ വളർന്നത്. പിന്നെ ഒരു വലിയ സഭയെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോഴാണ് മനസ്സിലായി, ഇത് കാലേ പിടിച്ച് പോകേണ്ടതല്ല, ആത്മാവിനെ പ്രാപിച്ചു പോകേണ്ടതാണ്. നമുക്ക് മനസ്സിലായില്ല. അന്നും ഇന്നും എൻ്റെ ഒരു ബന്ധങ്ങളും ഒരു രാജ്യത്തും എന്നെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ എന്നെ വിട്ടത് മുഴുവൻ ദൈവാത്മാവാ. ഇന്ന് ഒരു പിടിക്കകത്ത് ഒതുങ്ങാത്ത പാസ്വേഡ് എനിക്കുണ്ട്, മൊത്തം അടിച്ചു തീർന്ന. സ്തോത്രം. അത് അമ്മാച്ചൻ ഉണ്ടായിട്ട് പോയതല്ല, ഉയരത്തിലെ ബന്ധം കൊണ്ടുപോയതാ.
ഞാനൊരു ദൂത് നിന്നോട് പറയാം. നീ ആരാന്നല്ല ചോദ്യം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കും. നിന്നെ ഭൂമിയുടെ ഞാനൊരിക്കല് ഒരു രാജ്യത്ത് വചനം പറയാൻ പോയപ്പം ഈ രാവിലെ നടക്കാനായിട്ട് രണ്ട് സൈഡിനും പുല്ല് വിരിച്ച് നടുക്കൂടെ നടപ്പാതെയുള്ള സ്ഥലത്തൂടെ നടന്നു പോകുമ്പം ഒരമ്മച്ചി കൂനി വരുന്നു. നടപ്പ് കണ്ടപ്പോഴേ മലയാളിയാന്ന് മനസ്സിലായി. മദാമ നടക്കുന്നതും സായിപ്പ് നടക്കുന്നതും മലയാളി നടക്കുന്നതും രക്ഷിക്കപ്പെട്ടവൻ നടക്കുന്നതും രക്ഷിക്കപ്പെടാത്ത നടക്കുന്നവനും ഒറ്റ നോട്ടത്തിലറിയാം. പിന്നെ ഭാഷ എന്നാ പറയാത്ത, ചിലരോട് പറഞ്ഞിട്ടും ഗുണമില്ല. ഒരു മൃഗത്തിൻ്റെ വാല് 12 വർഷം PVC പൈപ്പിൽ ഇട്ടാലും എടുക്കുമ്പോൾ പേര് മനസ്സിലായില്ലയോ? പറയണ്ട, എന്നെ നോക്കാം. അപ്പം നടന്നു വരുന്നേ കണ്ടപ്പം കൂനിയായോണ്ട് ഇനി മലയാളി ആയെന്ന് വിചാരിച്ച് വല്ലതും പറ്റുമോ? ഞാൻ അടുക്ക കൂടെ പോകുമ്പം ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എന്തോ അപ്പൊ അമ്മച്ചിയും പറഞ്ഞു ഹല്ലേലൂയ. ഞങ്ങൾ രണ്ടും കൂടെ എൻജോയ് ചെയ്തു. അപ്പൊ എവിടുന്നാന്നൊക്കെ ചോദിച്ചപ്പോ സ്ഥലമൊക്കെ പറഞ്ഞു, പത്തനംതിട്ട ജില്ലക്കാരിയാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്നാ ഇവിടെ വന്നേ? അതെ, മൂത്ത മോന്റെ മകളുടെ കൂടെ വന്നേക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അവരെ പഠിച്ചു? പുള്ളിക്കാരത്തി 2ാം ക്ലാസ്സും അപ്പച്ചൻ 3ാം ക്ലാസ്സും. ഞാൻ ചോദിച്ചു എന്നാ ഇവിടെ വന്നേ? ഇവിടെ വന്നിട്ട് ഇച്ചിരി ദിവസമേ ആയുള്ളൂ. നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അത്രയായി, ഇപ്പൊ 1 വർഷത്തിൽ മേലായി. അപ്പൊ എവിടെ ആയിരുന്നു? പറഞ്ഞു ഒരു മോന്റെ പിള്ളേര് സ്തോത്രം കാനഡയിലായിരുന്നു. ആദ്യം അവിടെ ആയിരുന്നു. 2ാമത്തെ മോന്റെ താമസം ദൈവത്തിന് സ്തോത്രം സിംഗപ്പൂരിലായിരുന്നു. അവിടെ പോയി 2 ആഴ്ച താമസിച്ചു. അപ്പൊ എന്നോട് ഞാൻ ചുമ്മാ ഈ പറഞ്ഞപ്പോ എൻ്റെ ഓർമ്മയിൽ തന്നെ നിൽക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ എത്ര ഫ്ലൈറ്റ് കയറി? മോനെ ഓർക്കുന്നില്ല, എന്നാലും ഒരു 10-30 എണ്ണത്തെ കയറി കേട്ടോ. 2ാം ക്ലാസ്സുകാരി നടക്കുക. 9 പിള്ളേരും അവരുടെ കൊച്ചുമക്കളുമാ കേട്ടോ. മിണ്ടുന്നില്ല സ്വതന്ത്രം. പുള്ളി പറഞ്ഞു പണ്ട് പൊടിയൊരുപദേശം എന്നൊരു ഉപദേശി ചാണകം മെഴുക തറയിൽ മണ്ണള വിളക്ക് കത്തിച്ച് ആരാധിക്കുമ്പോൾ വന്നൊരു പ്രവചനം പ്രവചിച്ചു. സ്തോത്രം, നിന്റെ സ്ഥിതി മാറ്റി നിന്റെ സന്തതികളെ രാജ്യങ്ങളിൽ വലിച്ചെറിഞ്ഞ് ആ സന്തതികളോടൊപ്പം പട്ടണങ്ങൾ രാജ്യങ്ങൾ നടന്ന് നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും. വല്ലതും പിടികിട്ടിയോ? ഞാനിന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, ഈ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ നിരാശ പൊട്ടും. നിന്നെ ഈ ആത്മാവ് പുറത്തെടുക്കാൻ പോവാ. ഇനി യോബേൽ പ്രവചിക്കട്ടെ, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. കണ്ടോ വരുന്ന വരവ് കണ്ടോ? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നീ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ അകത്താക്കും. അല്ല മനസ്സിലായോ? ഒരു 3-4 മണിക്കൂർ വേണം ഈ ദൂത് പ്രസംഗിക്കാൻ. ഇനി പുതിയ നിയമത്തിലോട്ട് വാ. പഴയ നിയമം എല്ലാം വിട. പക്ഷേ ഞങ്ങൾ കൃപായുഗത്തിലുള്ളവരോട് ദൂത് പറയാം. വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഹല്ലേലൂയ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. നിന്റെ മേൽ തന്നിരിക്കുന്ന ആത്മാവ് സ്വപുത്രന്റെ ആത്മാവ്. അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് ചോദിച്ചേ, ദൈവത്തിന്റെ മകനാണോ മകളാണോ എന്ന് ചോദിച്ചേ. അതോ ഇപ്പോഴും ചാക്കോയുടെ മോനായിട്ട് നിൽക്കുന്നവളോ? ഇവിടെ മിണ്ടുന്നില്ല. അടുത്തിരിക്കുന്ന ആളോട് അപ്പന്റെ പേരെന്തുവാന്ന് ചോദിച്ചേ. കനസേ അപ്പന്റെ പേര് ചോദിക്കും. മോൻസിയുടെ എന്നാ പറഞ്ഞു? അലക്സാണ്ടർ. ഇനി ഒന്ന് ചോദിച്ചേ, അലക്സാണ്ടറിന്റെ മോനാണോ യേശുവിന്റെ മോനാണോ എന്ന് ചോദിച്ചേ. പറ, ആണോ? ഇത് ചോദിക്കാനാ. അലക്സാണ്ടറിന്റെ മകനാണ് മോൻസി. പക്ഷേ രക്ഷിക്കപ്പെട്ടപ്പം യേശുവിന്റെ മകനായി. അലക്സാണ്ടറിന്റെ മോൻ അലക്സാണ്ടറിന്റെ പ്രോപ്പർട്ടിക്ക് അവകാശിയാ. യേശുവിന്റെ മക്കൾ യേശുവിന്റെ സകലത്തിന് അവകാശിയാ.